നേരം ഏതായാലും പരവരെ വെളുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ജെറുസലേമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരാണ്. ഇപ്പോൾ പ്ലേറ്റും പിടിച്ച് ഭക്ഷണവും കാത്ത് നിൽക്കുകയാണ് ഇവർ. 2 കഷ്ണം വേണം. യേശുക്രിസ്തു ജനിച്ച കൽത്തൊട്ടിൽ കാണാനുള്ള ജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്നത്. ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കുമ്പം അതിൻ്റെ സൈഡിലുള്ള മണലെല്ലാം കുഴിയിലേക്ക് വീഴുന്നത് പോലാണ് ഇവിടുന്ന് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കണ്ടോ, പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നിട്ട് മേല. അപ്പം നമ്മൾ ഏതായാലും ഇതിൻ്റെ വാതിലിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഏതായാലും അടുത്ത തള്ളലോ അതിനടുത്ത തള്ളലോ കൊണ്ട് നമുക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏകദേശം 8 മണിയൊക്കെ ആയി കാണും. പക്ഷേ ഇവിടെ ഒരു 4:30 ആയി വരുന്നതേ ഉള്ളൂ ഇസ്രായേലിൽ. അപ്പോൾ ഞാൻ ഇസ്രായേലിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റിട്ട് ബെത്ലഹേമിൽ പോവാണ്. നമ്മുടെ യേശു ജനിച്ച ലോകത്തുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായി കരുതപ്പെടുന്ന, ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ബെത്ലഹേമിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുറേ പേരുണ്ട്, ഏകദേശം ഒരു 3 ബസ്സിനുള്ള ആളുകളുണ്ട് ഞങ്ങൾ തന്നെ. അല്ലാതെ കുറേ ഫിലിപ്പീൻസുകാരുടെ ഉണ്ട്, കർണാടകക്കാരുടെ ഉണ്ട്, അല്ലാതെ തന്നെ മലയാളികളുടെ ആയിട്ട് തന്നെ വേറെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഇങ്ങനെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബസ് പോകുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ പുറകിൽ കാണാൻ കുറച്ച് പേര്. അപ്പം നമുക്ക് ഈ യാത്രയും അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലവും എല്ലാം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. 3-ാം നമ്പർ ബസ്സാണ് എൻ്റേത്. അപ്പോൾ നമുക്ക് യാത്രയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് അനുഭവിച്ച് പോകാം. അപ്പോൾ കുറേ നേരം കാത്തു നിന്നതിന് ശേഷം 5 മണിക്ക് ശേഷമാണ് 4:30 വരുമെന്ന് പറഞ്ഞ് ബസ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് നോക്കാം. അപ്പോൾ കുറേ പേര് അപ്പുറത്തൂടെ കയറുന്നൊക്കെ ഉണ്ട്, നോക്കട്ടെ. അപ്പോൾ ഇവിടെ ആളുകൾ കയറാനൊക്കെ നിൽക്കുന്നത് കാണാം. അല്ലല്ലേ, അല്ല, ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ വണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫിലിപ്പീനികൾ കയറിയതാണ് ആ വണ്ടിയിൽ. നമ്മുടെ വണ്ടി ഇനിയും കാത്തിരിക്കണം. ഇപ്പോൾ 3 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരെണ്ണമാണ് അങ്ങ് അപ്പുറത്ത് കിടക്കുന്നത്. അതിൽ നമ്മുടെ ആളുകൾ തന്നെ കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ വേറെയും ഫിലിപ്പീൻസുകാരൊക്കെ ഇനിയും നിൽപ്പുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റ് ചെയ്യുന്ന സജീവ് വർഗീസ് എന്ന് പറയുന്ന പുള്ളി. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ബസ് നമ്പർ 3 പറഞ്ഞുകൊണ്ട് ഫിലിപ്പീനികളുടെ ബസ്സൊക്കെ കാണിച്ച് എങ്കിൽ പോലും അവസാനം നമ്മുടെ ബസ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അതെ, കുറച്ച് പേര് പുറകിൽ കൂടെ കയറാം. പുറകിലത്തെ ഡോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. തിരുവായിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ജെറുസലേം കൂടിയിട്ടായിരിക്കും പോകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിവിടുത്തെ പ്രധാനപ്പെട്ട ഹൈവേയിലൊന്നായ അയലോൺ ഹൈവേ ആണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു ബസ്സാണെന്ന് തോന്നുന്നു. റണ്ണിങ്ങിൽ അടിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ബ്രോ. പുള്ളി അറബ് മുസ്ലിമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ജെറുസലേമിലേക്കുള്ള വഴിയാണ്. ബെൻഗുരിയൻ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന വഴി ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്താണ് എയർപോർട്ട്. അപ്പോൾ യാത്ര പറഞ്ഞതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താമസിച്ചിട്ടാണ് തുടങ്ങിയത്. വണ്ടി എത്താൻ താമസിച്ചതാണ്. ഇവിടെ ബ്ലോക്കിൽ പെട്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് രാത്രിയിലും നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം വലിയ പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സമയമാണെന്ന്. അപ്പോൾ എങ്കിൽ പോലും രാത്രികളിലും ഇവിടുത്തെ റോഡുകളൊക്കെ സജീവമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ രാജ്യമൊന്നുമല്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അറിയുകയും ചെയ്യാമല്ലോ. ഏകദേശം കേരളത്തിൻ്റെ വലുപ്പമേ ഉള്ളൂ.
അതും അതിൻ്റെ പകുതി സ്ഥലത്ത് മാത്രമേ താമസമുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇവിടുന്ന് ഈ വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന വഴിയാണ് എയർപോർട്ടിലേക്കുള്ള വഴി. നേരെ ഏതായാലും പരവരെ വെളുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ജെറുസലേമിൽ എത്തിയിരിക്കുകയാണ്. ജെറുസലേമിൻ്റെ ഔട്ടർ ലൈനിൽ കൂടിയാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വലിയ കുന്നൊന്നുമല്ല, ഒരു ചെറിയ കുന്നിനടിയിൽ കൂടെയുള്ള ഒരു തുരക്കത്തിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു വഴിക്കൊക്കെ തീർച്ചയായിട്ടും മലയുടെ മുകളിൽ കൂടെയുള്ള വഴിയായിരിക്കും. പക്ഷെ ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ കയറ്റങ്ങളൊന്നും അങ്ങനെ വലിയ രീതിയിലില്ലാതെ ഇങ്ങനെ തുരങ്കങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ റോഡ് പോകുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഭയങ്കര ആകർഷകമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇത് ഒന്നൊന്നുമല്ല കേട്ടോ, ഒന്നിലധികം എത്രയാ, ഒരു 5-6 തുരങ്കങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ തന്നെ ഒരു 3 എണ്ണം കണ്ട് കഴിഞ്ഞു. ഇത് 4ാമത്തെ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എണ്ണാൻ പറ്റിയില്ല. ഇനിയും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ജെറുസലേം ടൗണിനകത്ത് കയറുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഏകദേശം ജെറുസലേം ടൗണിൽ കയറുന്നത് പോലുണ്ട്. ഇത് പരിചയമില്ലായ്മയുടെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബെത്ലഹേമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് മുമ്പ് തന്നെ പലസ്തീൻ്റെ ബോർഡറിനകത്ത് കയറി. അപ്പോൾ ഇവിടുത്തെ ഭൂമിശാസ്ത്രവും ഒക്കെ ഏകദേശം ഈ ഒരു ലെവലിൽ വരും, ചെറിയ മൊട്ടക്കുന്നുകളൊക്കെ ആയിട്ട്. അപ്പം അതിനിടയ്ക്ക് മരങ്ങളെയൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല, എങ്കിലും ചെറിയ ചെറിയ പച്ചപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുമെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇവിടെ കൂടുതലും പാറക്കല്ലുകൾ നിറഞ്ഞ മലകളാണ് ഇവിടെ ഉള്ളത്. മല എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, നമ്മുടെ നാട്ടിലെ മലകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു മലയല്ലല്ലോ അല്ലേ. കുറച്ചകലെയായിട്ട് ചെറിയൊരു മിനാരം കാണാവുന്ന, അതൊരു മോസ്കിൻ്റെ ആണ്, ഒരു മുസ്ലിം പള്ളിയുടെയാണ്. അപ്പം ചെറിയ ഈ കുന്നും ഈ ഒരു പ്രദേശമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ നല്ല തണുപ്പുള്ള ഒരു സമയമാണ് കൂടിയാണ്. ഇവിടെ ചെറുതായിട്ട് മഞ്ഞും അങ്ങനെ എന്തൊക്കെ ഉണ്ട് താൻ. അത്ര കഠിനമായ രീതിയിലല്ല, ചെറുതായിട്ട്. അപ്പോൾ ദൂരെ സുവർണ രശ്മികൾ വീശിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചുയർന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മേഘപടലങ്ങളായതുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നില്ലാത്തത്. എങ്കിൽ പോലും ഒരു സുവർണ വെളിച്ചം ആ ഒരു പ്രദേശത്ത് സ്വർണം ചാരിച്ചതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ. സൂര്യൻ്റെ ഒരു സാന്നിധ്യമാണ് അവിടെ. പിന്നെ ഇതൊരു ചെറിയൊരു ടൗണാണ്, ബേത് ജാല എന്നാണ് ഇതിൻ്റെ പേര് എന്ന് തോന്നുന്നു. ബേത് ജാല ഇതാണ് ബേത് ജാല എന്ന് പറയുന്ന സ്ഥലം. ഇത് കഴിഞ്ഞിട്ടാണ് ബെത്ലഹേം ഉള്ളത്. ഇപ്പം ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ ഇടുങ്ങിയതാണ്. അതായത് നമ്മുടെ ഇസ്രായേലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോഡുകളൊക്കെ ഇടുങ്ങിയത്. കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ പോലും റോഡിനോട് അടുത്തടുത്താണുള്ളത്. റോഡിൻ്റെ നിലവാരമാണെങ്കിൽ പോലും ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. നമുക്ക് കണ്ടാൽ തിരിയുമായിരിക്കും അല്ലേ. എങ്കിൽ പോലും പ്രൗഢഗംഭീരമായ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. പുതിയ മോഡലിലുള്ള പുതിയ ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ റോഡിൻ്റെ സൈഡുകളിൽ. ഒരുപക്ഷെ ഇതൊക്കെ ജൂയിഷ് സെറ്റിൽമെൻറ്റ് ആയിരിക്കാനൊരു ചാൻസ് ഉണ്ട്. ഇതിൻ്റെ താഴെ കൂടെ വലിയ റോഡൊക്കെ പോകുന്ന കാണാം. ഇത് പലസ്തീൻ അപ്പോൾ ഓക്കെ, ഇത് പലസ്തീൻ തന്നെയാണ്. പക്ഷെ താഴെ കൂടെ റോഡ് പോകുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വീണ്ടും നമ്മൾ ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് കയറി വന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, അവസാനം നമ്മൾ ആ ചരിത്ര പ്രസിദ്ധമായ, ആ വിശ്വവിഖ്യാതമായ ആ ഒരു നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ആ കാത്തിരുന്ന ജെറുസലേം നഗരം. ഇപ്പോൾ 2 സൈഡിലും
തിങ്ങി നിറഞ്ഞ ബിൽഡിങ്ങുകളാണ്, വീതി കുറഞ്ഞ വഴികളാണ്. പക്ഷെ വൺ വേ ആണെന്നുള്ളത്, നടുക്ക് ഡിവൈഡർ ഉണ്ടെന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യം. ഏതായാലും പുലർച്ചെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ഏകദേശം 7:15 ആയതേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം വണ്ടികൾ തീരെ കുറവാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്ഥലത്ത് നിർത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവിടെ കയറ്റിയിടുന്ന ഗ്രൗണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഇവിടുന്ന് എവിടെയായാലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം. ഒരു പക്ഷേ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ടാക്സികളൊക്കെ കാണാം. മഞ്ഞ കളറിൽ പച്ച ബോർഡൊക്കെ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ധാരാളം പലസ്തീൻ രജിസ്ട്രേഷൻ വണ്ടികൾ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആദ്യമേ വന്നത് ഞങ്ങളാണെങ്കിൽ പോലും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ട് അവസാനം എത്തിയത് ഞങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെയൊക്കെ നേരത്തെ ബസ് ഇറങ്ങിയവർ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ, പുള്ളിയുടെ പേര് സലിം എന്നാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ജനക്കൂട്ടത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരാണ്. ഇപ്പോൾ പ്ലേറ്റും പിടിച്ച് ഭക്ഷണവും കാത്ത് നിൽക്കുകയാണ് ഇവർ. ഇപ്പോൾ ഭക്ഷണം വിളമ്പുന്നത് കുറച്ച് അപ്പുറത്താണ്. ഇവിടെ നിന്നാണ് ഭക്ഷണം വിളമ്പുന്നത്. നല്ല മനോഹരമായ വെള്ളയപ്പവും ചട്നിയും. ബീഫാണോ ചിക്കനാണോ വേറെന്തെങ്കിലും ആണോ? ബീഫാണെന്ന് തോന്നുന്നു. ഇല്ലില്ല, ഒന്നും നടക്കൂല. ഞാനിവിടെ എൻ്റെ ഡയലോഗ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഡയലോഗും വരും. 2 കഷ്ണം വേണം. അപ്പോൾ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കാപ്പി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ സ്പേസിൽ തന്നെ അത്യാവശ്യം മനോഹരമായൊരു ഭക്ഷണം തന്നെ കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് കയറാൻ ഇവിടുന്ന് ഈ പാർക്കിംഗ് സ്പേസിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അറിയുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇടിച്ച് കയറി പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലെ വരുന്ന ടൂറിസ്റ്റുകളെയോ കാത്തുകൊണ്ട് ധാരാളം വഴിയോര കച്ചവടക്കാർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കുറേ കടകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പലരും പല സാധനങ്ങൾ കയ്യിലേന്തി ഇതിലൂടെ വരുന്ന യാത്രക്കാരെ ആകർഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടോ? എടുക്കണോ? ട്രാവൽ മിത്രൻ. ഇത് ഈ ചേച്ചിമാർക്ക് ഇത് ഈ ചേച്ചിമാർക്ക് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ചേച്ചി. ഓക്കെ, സെറ്റ്. അപ്പോൾ ഈ ചേച്ചിമാർക്ക് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വരണം എന്നൊരാഗ്രഹം. ആഹാ. അപ്പം ധാരാളം ആളുകൾ മുന്നിൽ പോകുന്നുണ്ട്. എന്തോ കുഞ്ഞുങ്ങൾ. അപ്പം ഇതിലൂടെയും കുറേ ആളുകൾ വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതിലൂടെ ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കുറേ ആളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളും കൂടെ ഒരുമിച്ച് ഇവിടെ മിങ്കിളായി നിൽക്കുന്നത് കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയായ കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുമേ. അപ്പോൾ ഈ കെട്ടിടങ്ങളുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ? ഒരു ഒരു ഭംഗിയുള്ള ഒരുതരം കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള കെട്ടിടങ്ങളാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്.
അപ്പം വലിയ പഴക്കങ്ങളൊന്നും തോന്നിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനൊരു കല്ലുകൊണ്ട് കെട്ടുവാണെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ്റനൻസ് ചിലവ് തീരെ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ റോഡ് നിറഞ്ഞ് ആളുകൾ പോകുന്നത്, അതും ഈ ചുമന്ന തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ധാരാളം ആളുകൾ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ കേട്ടോ, ഇതൊക്കെ വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. ബെത്ലഹേം. അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നേരം നമ്മുടെ ഇടയിൽ കുടുങ്ങിപ്പോയ ധാരാളം വണ്ടികളാണിത്. അപ്പോൾ ഇതെല്ലാം പലസ്തീൻ രജിസ്റ്റേർഡ് വണ്ടികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പലസ്തീൻ രജിസ്റ്റേർഡ് വണ്ടികൾ തീരെ കുറച്ചേ കാണുന്നുള്ളതെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇവിടെ നമുക്ക് കാണാൻ കഴിയും ധാരാളം വണ്ടികൾ പലസ്തീൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതുകൊണ്ടെന്ന്. പിന്നെ ഈ കെട്ടിടങ്ങൾ കണ്ടാൽ അറിയാം നല്ല പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്ന്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് കണ്ട ബിൽഡിങ്ങുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതൊക്കെ കാലപ്പഴക്കം നല്ല രീതിയിൽ വന്ന ബിൽഡിങ്ങുകളാണ്. അപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോഴുള്ളത് ചർച്ച് ഓഫ് ദി നേറ്റിവിറ്റിയുടെ സമീപത്താണ്. അപ്പോൾ ഈ കാണുന്നതാണ് നേറ്റിവിറ്റി ചർച്ച് എന്ന് പറയുന്ന ചർച്ച്. അതായത് നമ്മുടെ യേശു ജനിച്ചു എന്ന് പറയുന്ന ചർച്ച് ഇതാണ്. അപ്പോൾ നമ്മൾക്ക് ചർച്ചിലല്ല ജനിച്ചത്, കാലിത്തൊഴുത്ത്. അതിൻ്റെ മുന്നിൽ, അതിൻ്റെ മുകളിൽ അതോട് അനുബന്ധിച്ച് പണിത പള്ളിയാണിത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഒരു മുസ്ലിം പള്ളിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏതായാലും ഇങ്ങോട്ട് പോയിട്ട് നമുക്കവിടെ യേശു ജനിച്ച ആ ഒരു പ്രദേശവും ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പം ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം മുന്നോട്ട് പോയി. അപ്പം ഞാൻ അവരുടെ ഒപ്പം എത്താനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, ഇവിടുന്ന് തൊപ്പി അഴിച്ചു വെച്ചിട്ട് വേണം പോകാമെന്ന് ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൂടെയാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ചെറിയൊരു വാതിലാണ് ഇവിടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കന്നുകാലികൾ അല്ലെങ്കിൽ കുതിരകളെയൊക്കെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി നിർമ്മിച്ചിരിക്കുന്നതാണിത്. അപ്പോൾ അത് ഏത് സമയമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുരിശുദ്ധത്തിനൊക്കെ ശേഷം മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ വരികയും ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമായപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര നാശത്തിലായി ഈ ഒരു ഏരിയ. അപ്പം ഇവിടുത്തെ പള്ളികൾ അങ്ങനെയുള്ള നിർമ്മിതികളൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ അങ്ങനെ വരുന്ന മൃഗങ്ങളെ കൊണ്ട്, അതായത് കുതിരകളെ കൊണ്ട് വരുന്നവർക്ക് കയറാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ചിലപ്പോൾ കന്നുകാലികളൊക്കെ കയറ്റാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ തടയുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു അച്ഛനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, കുറച്ച് പേര് ഇവിടെ കൂടി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആരൊക്കെയോ കുറച്ച് പേര് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നവരെയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ അച്ഛൻ ഏതാണെന്ന് അറിയത്തില്ല. നമുക്കേതായാലും തൊട്ടടുത്ത സ്ഥലം നോക്കി പോകേണ്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ കാഴ്ചകൾ ഭയങ്കരമാണ്. തോരണങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഏതായാലും നമ്മുടെ കുറച്ചപ്പുറത്തെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം എന്താണെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ടല്ലേ. ഓക്കെ, ഈ സമയത്ത് കുർബാന നടക്കുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു വിശുദ്ധമായ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് നിശബ്ദമായിട്ട് പ്രാർത്ഥനയോടുകൂടി നിൽക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ശ്രമത്തിന് ആയിട്ട്, അതായത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ 2022 ഞാൻ വന്ന സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന വർഷം 2022 ഞാനിവിടെ വന്നപ്പം എനിക്ക് ഇവിടെ കാണാനൊക്കെ പറ്റിയതാണ്.
അപ്പം അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ആളുകൾ ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരുന്നു. ഇനിയും ഇവിടെ വരണം എന്നൊക്കെ ഉണ്ട്, അതായത് ഒരു ഭക്തസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആ ക്യൂവിൻ്റെ അവിടെ ആ ഒരു പ്രദേശമൊക്കെ കണ്ടല്ലോ. നമുക്ക് ഏതായാലും ഉള്ളിലേക്കൊന്നും അങ്ങനെ കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടില്ല, ഇവിടുത്തെ നിർമ്മിതികളൊക്കെ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. അതും ഒരുപക്ഷെ നൂറുകണക്കിന് വർഷങ്ങൾ, ഒരുപക്ഷെ എന്നല്ല 100 കണക്കിന്, ഒരുപക്ഷെ 1000 വർഷത്തിലധികം പഴക്കമുള്ള നിർമ്മിതികളും ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പള്ളിക്ക്, ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റി പള്ളിക്ക് ഭയങ്കര ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിൻ്റെ 1-2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, യേശുവിൻ്റെ ജന്മസ്ഥലം എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ്. അതുപോലെ തന്നെ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പഴയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ആരാധനാ കേന്ദ്രം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ 1987 ഈ ഒരു പള്ളി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ അധികം ചരിത്രങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഏകദേശം 4-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു, 325-326 കാലഘട്ടത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് പള്ളി പണിതതും ഒക്കെ. അപ്പം അതിന് പണിയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെലീന രാജ്ഞിയിലെ, അതായത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഈ ഒരു പ്രദേശം സന്ദർശിച്ചതിന് പുറകെയാണ് ഇവിടെ പള്ളി പണിയുകയും ഒക്കെ ചെയ്തത്. പിന്നീട് 6ാമത്തെ സമരിയൻ കലാപത്തിനിടയിൽ ഈ പള്ളി കത്തി നശിക്കുകയും അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 529 ബൈസൻ്റൈൻ ചക്രവർത്തി ഒരു പുതിയ ബസിലിക്ക ഇവിടെ നിർമ്മിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 1000-ലധികം വർഷം പഴക്കമുള്ള നിർമ്മിതികൾ ഈ കൂടെ ഉണ്ടാകാമെന്ന്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 529 ആ ഒരു നിർമ്മിതി അതേപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടാണ് ഇതിൻ്റെ ചുറ്റുമായിട്ട്, അല്ലെങ്കിൽ ഇതിനോട് കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഈ പള്ളിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏതൊരു ഭാഗം 1500ഓളം വർഷം പഴക്കമുള്ളതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പോലീസുകാർ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സുവർണ്ണ നിറത്തിൽ ഒരു വെളിച്ചത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ പോലും ഒരു ഭയങ്കരമായിട്ടൊരു ആകർഷകമായ രീതിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ധാരാളം കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. കുരിശുയുദ്ധ കാലഘട്ടത്തിലും ഒക്കെ ആയിട്ടാണ് ഈ കൂട്ടിച്ചേർക്കലുകളും മറ്റുമൊക്കെ നടന്നത്. അപ്പോൾ അതിനകത്ത് 2 ബെൽ ടവറും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത് കാലക്രമേണ അത് പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു. പിന്നീടത് പുനർനിർമ്മിച്ചിട്ടില്ല ഇതുവരെ. അപ്പം പുനർനിർമ്മിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയത്തൊന്നുമില്ല. ഏതായാലും നിലവിൽ അത് ബെൽ ടവറൊന്നും ഇല്ലാതെയാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റോഡിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ സഭകൾ തമ്മിൽ ഇതിന് ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ചെറിയൊരു കുഴി പോലെയായിട്ട് ഇവിടെ എന്തോ ഉണ്ട്. ഇതാണ് പണ്ടത്തെ പള്ളിയുടെ മൊസൈക്കായിട്ട് വരുന്നത്. പണ്ടത്തെ പള്ളിയുടെ മൊസൈക്കാണിത്. അപ്പോൾ ഈ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ എന്താ പറയുക, നശിക്കാതെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നശിക്കാതെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ നശിക്കാതെയും ബാക്കി കുറേ ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പുരാതന കാലത്തെ, ഞാൻ ഈ പറഞ്ഞ ഏകദേശം 1500 വർഷം പഴക്കമുള്ള ആ നിർമ്മിതികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കസ്റ്റോഡിയൻ, അതായത് ഇതിൻ്റെ നടത്തിപ്പ് പല സഭകൾക്കായിട്ട് പലതവണ കൈമാറിയതായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു റഷ്യയുടെ ഒരു യുദ്ധത്തിന് വരെ, റഷ്യ ക്രിമിയൻ യുദ്ധത്തിന് വരെ കാരണം ഇതിൻ്റെ ഒരു കസ്റ്റോഡിയൻഷിപ്പിൻ്റെ ഒരു തർക്കമാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഗ്രീക്ക് പുരോഹിതന്മാർ ഇവിടുത്തെ എന്തോ ഒരു ചിഹ്നം, ഒരു നക്ഷത്ര ചിഹ്നം ഇവിടെ നിന്ന്, അതായത് നമ്മുടെ ഒരു വെള്ളി നക്ഷത്ര ചിഹ്നം ഇവിടെ നിന്ന് കത്തോലിക്കയുടെ ചിഹ്നം ഇവിടുന്ന് മായ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോവുകയും അത് പിന്നീട് വലിയ ചോദ്യങ്ങൾക്ക് കാരണമാവുകയും പ്രധാനമായിട്ടും റഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ആ ഒരു വിഭാഗത്തിനെതിരെയുള്ള ആ ഒരു സംഭവം ഒരു പ്രതിഷേധത്തിന് കാരണമാവുകയും പിന്നീട് അതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് കുർബാന നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊന്ന് കുർബാനയുടെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തായിട്ടാണ് യേശു ക്രിസ്തു ജനിച്ചതൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കാണ് ഇറങ്ങിപ്പോകേണ്ടത്. അതിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അപ്പോൾ
ഈ കല്ലുകളൊക്കെ വളരെ പഴയ നിർമ്മിതികളായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഞാൻ 1986 മുതൽ നമ്മുടെ ഈ പള്ളി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. അത് ക്ഷമിക്കണം, അതല്ല, 2012 മുതലാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുന്നത്. അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പലസ്തീൻ എന്നതിന് താഴെ, യുനെസ്കോയുടെ പലസ്തീൻ എന്നതിന് താഴെ ഏറ്റവും ആദ്യമേ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ്. അപ്പോൾ അത്ര പ്രാധാന്യം പലസ്തീൻ ചരിത്രത്തിൽ ഈ പള്ളിക്കുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. യേശുക്രിസ്തു ജനിച്ച കൽത്തൊട്ടിൽ കാണാനുള്ള ജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇതുവരെ കുർബാനയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേശ്ശെ ആളുകൾ മെല്ലെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നല്ല തിരക്കാണിവിടെ. അപ്പോൾ ഏതായാലും നല്ല തിരക്കാണ് ഇവിടെ കാണാനുള്ളത്. ഇപ്പം നമ്മുടെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും ഒരു നല്ല തള്ളലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ധാരാളം ബസ്സുകൾ ഇന്നിങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ടെന്ന്. ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതുവരെ. ഇപ്പോൾ ഇവിടെ ധാരാളം ചുവർ ചിത്രങ്ങളും പ്രതിമകളും അതുപോലെ തന്നെ രൂപങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഏകദേശം നല്ല ഉയരത്തിലാണ് ഈ മേൽക്കൂര സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1000-1000 വർഷം പഴക്കമുള്ള മേൽക്കൂരയും നിർമ്മിതികളും ഒക്കെ ആയിരിക്കും. ഒരുപക്ഷെ പുതുക്കിപ്പണിയിലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ നടന്നിട്ടുണ്ടാവുമെന്നേ ഉള്ളൂ. ഇവിടുന്ന് ഒരല്പം താഴേക്ക് ഇറങ്ങി പോകാനുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ തള്ളിയിട്ടുണ്ടെങ്കിൽ താഴെ വീഴും. ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കുമ്പം അതിൻ്റെ സൈഡിലുള്ള മണലെല്ലാം കുഴിയിലേക്ക് വീഴുന്നത് പോലാണ് ഇവിടുന്ന് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള തള്ളലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമുക്ക് കാണാം താഴോട്ടുള്ള ആ ഒരു ക്യൂ 4 സൈഡല്ല, ഇതിൻ്റെ 3 സൈഡിൽ നിന്നും ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ വാതിലാണ് ഉള്ളിലേക്ക് കടക്കാനുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ആൾ കയറുക എന്ന് പറഞ്ഞാൽ ഒരല്പം റിസ്ക് തന്നെയാണ് താനും. പോരാത്തതിന് ഇവിടെ നിന്നൊരു ചെറിയൊരു സ്റ്റെപ്പാണ് താഴോട്ട് ഇറങ്ങാനുള്ളത്. അപ്പോൾ അതുകൂടി ആയതുകൊണ്ട് ആളുകൾക്ക് ഇറങ്ങാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. കാരണം ബാലൻസ് ചെയ്ത് നിൽക്കുക, പുറകിൽ നിന്ന് തള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിതെറ്റി വീഴുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പലരും ഇവിടെ ദേഷ്യപ്പെടുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നിട്ട് മേല. കണ്ടോ, പുള്ളിക്കാരി എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടുന്ന് കരച്ചിലും നിലവിളിയെല്ലാം കേൾക്കാം. അപ്പോൾ കുറച്ച് കന്നഡക്കാരാണ് ഇവിടെ ഉള്ളത്. മംഗലാപുരം സൈഡിലുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരാണ് നമ്മുടെ തൊട്ട് മുന്നിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുന്നിൽ നിന്നല്ല, ചുറ്റും തന്നെ അങ്ങനെയുള്ളവരാണ്. എന്ത് പറയാനാന്ന് പറയാം. ഫിലിപ്പീനികളുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു വാതിലിൽ കൂടെ അകത്തേക്ക് കിടക്കാനുള്ള ആളുകളുടെ തള്ളലാണ് ഈ കാണുന്നത്. എന്താ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു അല്പം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. മറ്റൊന്നുമല്ല, തള്ളലും പരിപാടികളും ഒക്കെ ആയിട്ട് കുറച്ച് പേര് കരച്ചിലോ അങ്ങനെ എന്തൊക്കെയായിട്ട്. അപ്പോൾ ചിലരുടെയൊക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിൻ്റെ വാതിലിനടുത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും അടുത്ത തള്ളലോ അതിനടുത്ത തള്ളലോ കൊണ്ട് നമുക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇവിടെയാണ് നമ്മുടെ ഉണ്ണീശോ ജനിച്ച സ്ഥലം. ഇപ്പം ആളുകളൊക്കെ കുമ്പിടുന്നൊക്കെയാണ് കാണുന്നത്. ഇപ്പം ഇവിടെയും ആളുകളൊക്കെ വണങ്ങുന്നത് കാണുന്നുണ്ട്. Hurry up, please. People inside, please hurry up. Jesus. Hurry up, please. Hurry up, hurry up, hurry up. Hurry up. അപ്പോൾ ആളുകളെ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ച് ആളുകളാണ്. ഇവിടെ നമുക്ക് കാണാം എത്രയാണ് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇസ്രായേലിൻ്റെ 4 ഭാഗത്തു നിന്നുള്ള ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഏതായാലും ആ ഒരു കൊടിയ തിരക്കിനിടയ്ക്ക് നമുക്ക് ആ ഈശോ ജനിച്ച സ്ഥലം ദർശിക്കാൻ പറ്റി. ആ ദർശനമെല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഇത്രയധികം ആളുകളെ കാണുന്നത്. ഇപ്പം ഫിലിപ്പീനുകളാണെങ്കിലും കന്നഡക്കാരാണെങ്കിലും മലയാളികളാണെങ്കിലും, അതായത് ആകപ്പാടെയുള്ള ഇന്ത്യക്കാരൊക്കെ ആണെങ്കിലും ഇവിടെ എത്ര ആളുകളാണ് നിൽക്കുന്നതെന്ന് നോക്കി. ധാരാളം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇവരൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് എത്ര സമയമാകുമോ. അപ്പോൾ ഇതിലൂടെയാണ് പുറത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയും ധാരാളം ആളുകൾ, അവിടെ ദർശനത്തിന് ശേഷം നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെയാണെന്നാണ് ഒരു ചേച്ചി ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് രാവിലെ വന്ന സമയത്ത് വെട്ടത്തിൻ്റെ അപര്യാപ്തത മൂലമോ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഘടന നമ്മൾ കാണുന്നില്ലായിരുന്നു. കണ്ടില്ലേ, വളരെ പഴയ ഒരു നിർമ്മിതിയാണെന്ന് നമുക്ക് കണ്ടാൽ തിരിയും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് പോലെ. അതിനൊക്കെ ഒരു പക്ഷേ കാരണം ഇവിടെ നടക്കുന്ന വിദേശ ആധിപത്യങ്ങളും യുദ്ധങ്ങളൊക്കെ ആയിരുന്നിരിക്കാം. കണ്ടില്ലേ, ഇവിടുത്തെ നിർമ്മിതികളൊക്കെ ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ ബെൽ ടവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇപ്പം നിലവിലില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ കൂടത്തിൽ വന്നവരൊക്കെ ആണെങ്കിലും പള്ളിക്കകത്ത് കയറി ആ ഒരു ഈശോയെ കണ്ട സ്ഥലം, ഈശോയെ കണ്ട സ്ഥലമല്ല, ഈശോ ജനിച്ച് വീണ സ്ഥലം കണ്ടതിന് ശേഷം ഇവിടെ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യുന്നവരും അല്ലാതെ കാണാൻ വന്നിരിക്കുന്നവരും കുറച്ച് ഫിലിപ്പീനികളും ഒക്കെ ആയിട്ട് കുറേ പേര് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പം അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ. ഏകദേശം സമയം അത്യാവശ്യം നല്ല സമയമായി. ഇപ്പം ഏകദേശം 10 മണി കഴിഞ്ഞു. എങ്കിൽ പോലും ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് ഇവിടെയുണ്ട്. അപ്പം നമ്മുടെ കൂട്ടർ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഒരല്പം ദൂരെ നിന്നുള്ള ഈശോ ജനിച്ച പള്ളിയുടെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി പോകുന്നത് ഏകദേശം 50ഓളം രാജ്യങ്ങളുടെ പുൽക്കൂട് എങ്ങനെയാണ് എന്നത് ഇവിടെ ഒരു സ്ഥലത്ത് അതിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണാനാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്.